സ്വന്തം സർക്കാർ ഭരിക്കുന്ന സമയത്ത് എസ്.എഫ്.ഐയുടെ ഭാരവാഹിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഇപ്പം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ സമരരംഗത്ത് അത്ര ലൈവായിരിക്കില്ല. പക്ഷേ കഴിഞ്ഞ കമ്മിറ്റി അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. നിങ്ങളും ഇപ്പം അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ സ്വാശ്രയ സ്വകാര്യ ബില്ലൊക്കെ വരുമ്പം കുറേ ഉത്തരങ്ങൾ പറയേണ്ടി വരും. ഞങ്ങൾ CPMൻ്റെ ഭാഗമല്ല, അത് നിങ്ങൾ ക്ലിയറായി തിരുത്തണം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയവും അവർ മുന്നോട്ട് വെക്കുന്ന ആശയവും രണ്ടും രണ്ടാണ്. ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ പലപ്പോഴും ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടാറുണ്ട്. ഇത് ശരിയായ ഒരു കാഴ്ചപ്പാടാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. കാരണം എസ്.എഫ്.ഐയിൽ പ്രവർത്തിക്കുന്ന അനേകായിരം ലക്ഷക്കണക്കിന് 16 ലക്ഷം വിദ്യാർത്ഥികളിൽ എത്രയോ വിദ്യാർത്ഥികൾ, അതിൻ്റെ എണ്ണം ഞാൻ ഇവിടെ പറയുന്നത്, അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ എസ്.എഫ്.ഐ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഞങ്ങളങ്ങനെ കാണണ്ട. അതോടൊപ്പം തന്നെ ഞങ്ങൾ സമരം ഏറ്റെടുക്കുന്നതും ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുന്നതും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള ഞങ്ങളുടെ ഭരണഘടനയ്ക്കും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനും അനുസരിച്ചാണ്. അത് ഏത് ഘട്ടത്തിലും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും ഞങ്ങൾ ആ സമരവും നിലപാടും പറഞ്ഞിട്ടുണ്ട്. പ്രസാദ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. ആലപ്പുഴ ആലപ്പുഴ ചേപ്പാട്, ഹരിപ്പാട് മണ്ഡലമാണ് ചേപ്പാട്. അവിടെ ജനപ്രതിനിധിയും കൂടെയാണ് തോന്നുന്നു അല്ലേ? ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ എന്താ പഠിക്കുന്നത്? ഇപ്പോൾ ഞാൻ MBA കഴിഞ്ഞു. MBA കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറ് ലോ കോളേജിൽ LLB ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ UGC നെറ്റ് PhD എൻട്രൻസ് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് PhD ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കമ്മിറ്റി ആർഷോ കുറച്ചുകൂടി അഗ്രസീവായി കാര്യങ്ങളെ ഇടപെടുന്ന ഒരാളായിരുന്നു. നിങ്ങളുടെ ഒരു കമ്മിറ്റിയുടെ മൂഡും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ? അഗ്രസീവ് എന്ന വാക്ക് ശരിയല്ല. എപ്പോഴും SFIക്കാർ ഊർജ്ജസ്വലതയോടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അതേ ഊർജ്ജം അത് സംഘടനയുടെ ഊർജ്ജമാണ്. അത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ, ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളുടെ, ഞങ്ങൾ ഏറ്റെടുക്കുന്ന സമരപരിപാടികളുടെ ഊർജ്ജമാണ്. ആ ഊർജ്ജം ഒട്ടും ചോരാതെ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നുള്ളതാണ് ആർഷയുടെ പ്രത്യേകത. ആ ഊർജ്ജം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. കഴിഞ്ഞ കമ്മിറ്റിയിൽ ചില ആളുകളുടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ LDFൻ്റെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു കൂട്ടായ്മ, അതിൽ കുറച്ച് ബാക്കപ്പായിരുന്നു എന്ന് ASF അടക്കം ഒരു പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. വ്യത്യസ്ത സംഘടനകൾക്ക് അവരുടെ പരിപാടിക്കനുസരിച്ച് നിലപാടെടുക്കാൻ പറ്റൂ. ആ പരിപാടി നിലപാടും ഇങ്ങനെയായിരിക്കണം എന്ന് അവരും ക്ഷണിക്കാൻ പാടില്ല, ഞങ്ങളും ക്ഷണിക്കാം. ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പം പരസ്പരമുള്ള ഒരു മുന്നണി ഞങ്ങളും ASF തമ്മിൽ നിലവിൽ ഈ ഭാഗത്തും ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ASFുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കാകെയുള്ള ഒരു യോജിപ്പെന്ന് വെച്ചാൽ അവരൊരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ്, ഞങ്ങളും അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യോജിച്ച് പോകുന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ അഭിപ്രായങ്ങളൊക്കെ സമീകരിക്കാറുണ്ട്. ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാറുണ്ട്. അത് അവരുടെ നേതൃത്വവും ഞങ്ങളുടെ നേതൃത്വവും കാലഘട്ടത്തിൽ ഞങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിലപാടുകൾ ഞങ്ങളുടെ രാഷ്ട്രീയം അനുസരിച്ച് തീരുമാനിച്ചു. സ്വകാര്യ സർവകലാശാല വരെ അവരെതിരാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അവരെ എതിർക്കാനുള്ള കാരണം അവർക്കുണ്ടാവും. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ കൺസേൺസും അറിയിച്ചു കഴിഞ്ഞു. അതെങ്ങനെയാണ് ഞങ്ങളത് കാണുന്നതെന്ന് ഞങ്ങൾ അറിയിച്ചു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത്തരത്തിലുള്ളൊരു നിലപാടിലേക്കെല്ലാം പോയത്. ഞങ്ങൾ വളരെ മുന്നോട്ടേക്ക് അതാണ് രണ്ട് സംഘടനകളുള്ള സ്റ്റാൻഡ്. ഇനി അതൊക്കെ ഒന്നും മാറ്റി മുന്നണി എന്ന നിലയിൽ ഒരുമിച്ച് ഇപ്പോൾ UDFിലൊക്കെ ആണെങ്കിൽ അവരുടെ ഇപ്പോൾ MSFും KSU ഒക്കെ ഒരുമിച്ച് പോകുന്നു. ആ തരത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമെന്നതാണ്. അങ്ങനെ ഒരു മുന്നണി സംവിധാനം നമ്മളെവിടെയില്ലല്ലോ. അങ്ങനെ മുന്നണി സംവാദത്തിൽ മത്സരിക്കുന്നൊരു രീതിയോ അങ്ങനെ തിരഞ്ഞെടുപ്പുകളിലോ ഇടപെടുന്ന, പ്രത്യേകിച്ച് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അവരവരുടേതായ രാഷ്ട്രീയ സംഘടന പ്രവർത്തനം നടത്തും, ഞങ്ങൾ ഞങ്ങളുടേതായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഇത് രണ്ടും രണ്ടാണ്. അതിനങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ്. പിന്നെ വലതുപക്ഷത്തെയും അതിൻ്റെ നിലപാടുകളെയും അതുപോലെ നിങ്ങൾ ഇപ്പുറത്ത് വെച്ച് സമീകരിക്കാൻ നിൽക്കുകയോ ചെയ്യരുത്. അത് രണ്ടും രണ്ടാണ്. അത് ആ നിലയിൽ കാണണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, നിലപാട് വ്യക്തമാണ്. അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിലാണെങ്കിലും സമരരംഗത്ത് കൂടുതൽ ഇറങ്ങേണ്ടി വരും എന്ന ബോധ്യത്തിലാണ് സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.